ഹായ്. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ പലപ്പോഴും എപ്പോഴും പറയാറുള്ള പരാതികളിൽ ഒന്നാണ് എനിക്ക് സമയമില്ല, കാര്യങ്ങൾ ചെയ്യാൻ ഒക്കുന്നില്ല എന്ന്. എന്നാൽ സത്യം എന്താണെന്നറിയാമോ? സമയം ഇല്ലാത്തത് കൊണ്ടല്ല നമ്മൾ പരാജയപ്പെടുന്നത്. മറിച്ച് ആ സമയം എങ്ങോട്ട് പോകുന്നു എന്ന കൃത്യമായ ധാരണയില്ലാത്തതുകൊണ്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ദിവസം നമുക്ക് ലഭിക്കുന്നത് 86,400 സെക്കൻഡുകളാണ്. ഒരു പണക്കാരനായാലും പാവപ്പെട്ടവനായാലും എല്ലാവർക്കും ദൈവം നൽകിയ ഒരേ സമയം. പക്ഷേ ആ സമയം വെറുതെ കളയുന്നവരും അത് ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതൊരു ലക്ഷ്യബോധമാണ്. നിങ്ങളുടെ കൈവശം ഒരു വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ സമയം എന്നത് നിങ്ങൾക്ക് വെറും വാച്ചിലെ മുള്ളുകൾ മാത്രമല്ല, അതൊരു വിജയത്തിലേക്കുള്ള ഊർജമായി മാറും. പലരും ചോദിക്കാറുണ്ട് എന്തിനെത്ര കഷ്ടപ്പെടണമെന്ന്. നിങ്ങളുടെ കയ്യിൽ ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കാൻ ഒരു മടിയും ഉണ്ടാകില്ല. ലക്ഷ്യമില്ലാത്ത മനുഷ്യൻ വിലാസമില്ലാത്ത കത്ത് പോലെയാണ്. അത് എവിടെയും എത്തിച്ചേരില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഈ 24 മണിക്കൂർ നിങ്ങളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാനുള്ളതാണ്. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ, അത് 5 മിനിറ്റ് നീക്കിവെക്കുന്ന വായനയാണെങ്കിൽ പോലും, ഒരു പുതിയ സ്കിൽ പഠിക്കുകയാണെങ്കിലും, അതെല്ലാം നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ വലിയൊരു ലക്ഷ്യങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സമയത്തെ കൊല്ലുന്ന പ്രധാന ശത്രുക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം. 1. അനാവശ്യമായ സോഷ്യൽ മീഡിയ ഉപയോഗം. മറ്റുള്ളവരുടെ ജീവിതം സ്ക്രോൾ ചെയ്ത് സമയം കളയുന്നതിനേക്കാൾ നല്ലത് സ്വന്തം ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് ചിന്തിക്കുന്നതാണ്. 2. നാളെയാകാം എന്ന് ചിന്തിക്കുന്ന ശീലം. ആ നാളെ എന്നത് ഒരിക്കലും വരാത്ത ഒന്നാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് തീരുമാനിച്ചാൽ അത് ഈ നിമിഷം തന്നെ തുടങ്ങാൻ ശ്രമിക്കുക. എങ്ങനെ തുടങ്ങണം? വളരെ സിമ്പിളാണ്. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് നാളത്തെ ദിവസത്തെ ഒന്ന് പ്ലാൻ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യം തന്നെയാണ് ചെയ്യേണ്ടത്. അതിനെയാണ് നമ്മൾ ഈറ്റ് ദ ഫ്രോഗ് എന്ന് പറയുന്നത്. ഏറ്റവും പ്രയാസമുള്ള കാര്യം രാവിലെ തന്നെ ചെയ്തു തീർത്താൽ ബാക്കിയുള്ള ദിവസം നിങ്ങൾക്ക് വളരെ കോൺഫിഡൻസ് ആയി മുന്നോട്ട് പോകാം. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് അതെ എന്ന് പറയുന്നത് പോലെ തന്നെ അനാവശ്യമായ കാര്യങ്ങൾക്ക് ഇല്ല എന്ന് പറയുവാനും പഠിക്കണം. നമ്മുടെ ലക്ഷ്യത്തിന് ഉപകാരമില്ലാത്ത കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ മടിക്കരുത്. ഒടുവിലായി ഒന്ന് പറയാം. വിജയം എന്നത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല. അതൊരു വലിയ യാത്രയാണ്. തുള്ളി വെള്ളം വീണ് പാറ തുളയുന്നത് അതിശക്തിയായി വീഴുന്നത് കൊണ്ടല്ല, മറിച്ച് തുടർച്ചയായി വീഴുന്നത് കൊണ്ടാണ്. അതുപോലെ നിങ്ങളുടെ ലക്ഷ്യത്തിൽ സ്ഥിരതയോടെ നിൽക്കുക. ഇന്നലകളെ നിങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല, പക്ഷേ നാളെ കരുപിടിപ്പിക്കാൻ ഇന്നത്തെ ഈ നിമിഷം നിങ്ങളുടെ കയ്യിലുണ്ട്. ആ നിമിഷത്തിലെ ഏറ്റവും മനോഹരമായി ഉപയോഗിക്കാൻ പഠിക്കുക. ദി ഹോപ്പ് എന്ന ഈ പ്ലാറ്റ്ഫോമിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ ചെറിയൊരു മാറ്റമെങ്കിലും വരുത്താനാണ്. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും തങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ. സമയം ആർക്കും വേണ്ടി കാത്തു നിൽക്കില്ല. അതുകൊണ്ട് സമയം പാഴാക്കാതെ മുന്നോട്ട് പോവുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കും എത്തിക്കുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി.